നിങ്ങൾ ഒരു നല്ലവനാണോ എങ്കിൽ നിങ്ങൾ അപകടത്തിലാണ്. ദ ഷോക്കിംഗ് ട്രൂത്ത്. ഒന്ന് നിൽക്കൂ. അടുത്ത വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളുടെ ലോകം മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. നല്ലവൻ ആയിരിക്കുന്നത് നിങ്ങളെ സുരക്ഷിതനാക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ ദയ നിങ്ങളെ സംരക്ഷിക്കുമെന്ന്? നിങ്ങളുടെ സത്യസന്ധത നിങ്ങൾക്ക് ബഹുമാനം നേടിത്തരുമെന്ന്? ഇതിലേതെങ്കിലും ഒന്നിന് നിങ്ങളുടെ ഉത്തരം അതെ എന്നാണെങ്കിൽ സമൂഹം നിങ്ങളെ പഠിപ്പിച്ച ഏറ്റവും അപകടകരമായ ഒരു നുണയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റും ഇതുതന്നെയാണ്. നല്ലവനായിരുന്നാൽ സുരക്ഷിതനായിരിക്കാമെന്ന് അവർ കരുതുന്നു. പക്ഷേ ഇതാണ് ക്രൂരമായ സത്യം. നിങ്ങളുടെ അന്ധമായ നന്മ ഒരു തീ പോലെയാണ്. അത് നിങ്ങളുടെ ബന്ധങ്ങളെ, നിങ്ങളുടെ കരിയറിനെ, നിങ്ങളുടെ സ്വപ്നങ്ങളെ എല്ലാത്തിനെയും കത്തിച്ചു കളയും. ആളുകൾ നിങ്ങളെ കബളിപ്പിക്കുകയോ മുതലെടുക്കുകയോ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം തിരികെ പിടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് വീഡിയോ കോഴ്സായ ഡാർക്ക് സൈക്കോളജി സീക്രട്സിലേക്ക് സ്വാഗതം. മാനിപ്പുലേഷന്റെയും മൈൻഡ് കൺട്രോളിന്റെയും രഹസ്യതന്ത്രങ്ങൾ പഠിക്കുക. ആളുകളുടെ മനസ്സു വായിക്കാനും ആരും നിങ്ങളെ ചൂഷണം ചെയ്യാതിരിക്കാനും ഈ അറിവ് നിങ്ങളെ സഹായിക്കും. ശ്രദ്ധിക്കുക, ഈ അറിവ് സ്വയം പ്രതിരോധിക്കാൻ വേണ്ടി മാത്രമാണ്. സാധാരണ 3999 രൂപ വിലയുള്ള ഈ കോഴ്സും 20-ൽ പരം ബുക്ക് സമ്മറികളുടെ ഒരു പ്ലേലിസ്റ്റും വെറും 89 രൂപയുടെ ചാനൽ മെമ്പർഷിപ്പിലൂടെ നിങ്ങൾക്കിപ്പോൾ സൗജന്യമായി ലഭിക്കും. ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഏത് മെമ്പർഷിപ്പ് ലെവലിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ആദ്യ 13 അധ്യായങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. ബാക്കിയുള്ളവ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ഇപ്പോൾ തന്നെ ചാനൽ മെമ്പർഷിപ്പിലുള്ള ബാക്കി 260 പേരോടൊപ്പം ചേരാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് സന്ദർശിക്കുക. ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ഇപ്പോൾ തന്നെ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് സന്ദർശിക്കുക. ലെറ്റ് സ്റ്റാർട്ട്. ആരും പറയാത്ത ആ രഹസ്യം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിക്കോളോ മാക്കിയവെല്ലി എന്ന ചിന്തകൻ ഇത് കണ്ടെത്തിയിരുന്നു. നല്ലവരായ നേതാക്കൾ വീഴുന്നത് അദ്ദേഹം കണ്ടു. ദയയുള്ള രാജാക്കന്മാർ തകർക്കപ്പെടുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. താൻ സഹായിച്ച ആളുകളാൽ തന്നെ ചതിക്കപ്പെടുന്ന ഉദാര മനസ്കരെ അദ്ദേഹം കണ്ടു. ഇന്ന് ആരും സംസാരിക്കാത്ത ആ ഞെട്ടിക്കുന്ന സത്യം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നു. അടുത്ത ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങളുടെ നന്മ എന്തുകൊണ്ടാണ് നിങ്ങളെ ദുർബലനാക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കും. എന്തുകൊണ്ടാണ് ആളുകൾ നിങ്ങളുടെ ദയയെ ബഹുമാനിക്കാതെ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്? ഏറ്റവും പ്രധാനമായി, നിങ്ങളുടെ ഈ ഏറ്റവും വലിയ ദൗർബല്യത്തെ നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധമാക്കി മാറ്റുന്നത് എങ്ങനെയെന്നും നിങ്ങൾ പഠിക്കും. മുന്നറിയിപ്പ്, ഡിസ്ക്ലൈമർ. ഒരു കാര്യം ഞാൻ തുടക്കത്തിലേ വ്യക്തമാക്കാം. നിങ്ങളോടൊരു ഈവിൽ അഥവാ ദുഷ്ടനാകാനല്ല ഞാൻ പറയുന്നത്. ആളുകളെ ഉപദ്രവിക്കാനുമല്ല. മറിച്ച് അന്ധമായി നല്ലവനാകാതെ സ്ട്രാറ്റജിക്കായി എങ്ങനെ നല്ലവനാകാമെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. കാരണം ഒരു സത്യമുണ്ട്. ചെന്നാക്കൾ നിറഞ്ഞ ഒരു ലോകത്തിൽ ഒരാട്ടിൻകുട്ടിയായി നിന്നാൽ നിങ്ങളെ അവർ ജീവനോടെ തിന്നും. 1. നന്മ എന്ന വൾണറബിലിറ്റി. നിങ്ങൾക്കറിയാവുന്ന ഏറ്റവും ദയയുള്ളയാളെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കൂ. അവർക്ക് ശരിക്കും റെസ്പെക്ട് കിട്ടുന്നുണ്ടോ? അതോ എല്ലാവർക്കും എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രം വിളിക്കുന്ന, ആശ്രയിക്കുന്ന ഒരാളാണോ അവർ? സത്യമിതാണ്. നിങ്ങളുടെ അമിതമായ നന്മ നിങ്ങളെ വൾണറബിൾ ആക്കും. നിങ്ങൾ എപ്പോഴും നൈസായിരിക്കുമ്പോൾ ആളുകൾ നിങ്ങളെ പ്രെഡിക്റ്റബിളായി കാണും. അവർക്കറിയാം നിങ്ങൾ വഴക്കിന് വരില്ല, നിങ്ങൾ നോ പറയില്ല. നിങ്ങളെ അവർ എത്ര പുഷ് ചെയ്താലും നിങ്ങൾ തിരിച്ചൊന്നും ചെയ്യില്ല. നിങ്ങൾ ഓഫീസിലെ ഡോർമാറ്റായി മാറും. എപ്പോഴും ബില്ല് കൊടുക്കുന്ന സുഹൃത്തായി മാറും. നിങ്ങളുടെ വിലപ്പെട്ട സമയം കളഞ്ഞ് എല്ലാവരെയും സഹായിക്കുന്ന ബന്ധുവായി മാറും. ആളുകൾ നിങ്ങളുടെ നന്മയെ ബഹുമാനിക്കില്ല. അവരത് ഉപയോഗിക്കുകയേയുള്ളൂ. ഇതിന്റെ സൈക്കോളജി ഇതാണ്. നിങ്ങൾ ഒരാളെ 10 തവണ സഹായിച്ചാൽ അവർ ആ 10 തവണയും ഓർക്കില്ല. പക്ഷേ 11ാമത്തെ തവണ നിങ്ങൾ നോ പറഞ്ഞാൽ അവർ നിങ്ങളെ വെറുക്കും. ഇതാണ് ദ ഇല്യൂഷൻ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. 2. ദ ജനറോസിറ്റി ട്രാപ്പ്. ഇത് നിങ്ങളെ ഞെട്ടിക്കും. നിങ്ങൾ ആളുകൾക്ക് എത്രത്തോളം കൊടുക്കുന്നുവോ അത്രത്തോളം അവർ നിങ്ങളെ വില കുറച്ച് കാണും. നിങ്ങൾ ആദ്യമായി ഒരാളെ സഹായിക്കുമ്പോൾ അവർ ആത്മാർത്ഥമായി നന്ദി പറയും. 2ാം തവണയും നന്ദി പറയും. പക്ഷെ 10ാം തവണ അത് നിങ്ങളുടെ കടമയായി അവർ കണക്കാക്കും.
നിങ്ങളുടെ അസാധാരണമായ ദയ, എക്സെപ്ഷണൽ കൈൻഡ്നസ് അവരുടെ സാധാരണ അവകാശമായി മാറും. ഇതിനെയാണ് ദ ജനറോസിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത്. കുട്ടികൾ ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുക്കുന്ന മാതാപിതാക്കളെ നോക്കൂ. ആദ്യം അവർക്ക് വലിയ സന്തോഷവും നന്ദിയുമായിരിക്കും. പക്ഷെ പിന്നീട് പുതിയ ഫോൺ കിട്ടുന്നത് ഒരു സ്പെഷ്യൽ കാര്യമല്ലാതാകും. അത് എക്സ്പെക്റ്റഡ് ആവും. എപ്പോഴെങ്കിലും ഒന്ന് നോ പറഞ്ഞാൽ കുട്ടികൾ ദേഷ്യപ്പെടും. നിങ്ങളുടെ നിരന്തരമായ കൊടുക്കൽ ഒരു അഡിക്ഷനായി മാറും. ആ സപ്ലൈ നിലച്ചാൽ അവർ നിങ്ങളെ വെറുക്കും. മാക്കിയവെല്ലി പറഞ്ഞതുപോലെ സഹായങ്ങൾ കുറേശ്ശെയായി പതുക്കെ നൽകണം. അപ്പോഴേ അതിന് രുചിയുണ്ടാകൂ. 3. നിങ്ങളുടെ എനർജിയാണ് നിങ്ങളുടെ സമ്പത്ത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ഒരു കോസ്റ്റ് ഉണ്ട്. നിങ്ങൾ നോ പറയാൻ ആഗ്രഹിച്ചിട്ടും യെസ് പറയുന്ന ഓരോ തവണയും, സ്വന്തം കാര്യങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ പോകുന്ന ഓരോ നിമിഷവും നിങ്ങൾ നിങ്ങളുടെ എനർജി, നിങ്ങളുടെ സമയം, നിങ്ങളുടെ റിസോഴ്സസ് എന്നിവയാണ് അവിടെ ചിലവഴിക്കുന്നത്. നല്ലവരായ ആളുകൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. അവർ കൊടുത്തു അവസാനം ശൂന്യരാകും. എന്നിട്ടവർ അത്ഭുതപ്പെടും, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം എപ്പോഴും ക്ഷീണവും ദേഷ്യവും തോന്നുന്നതെന്ന്. വിമാനത്തിലെ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ പോലെയാണിത്. ആദ്യം സ്വന്തം ഓക്സിജൻ മാസ്ക് വയ്ക്കുക, എന്നിട്ട് മാത്രം മറ്റുള്ളവരെ സഹായിക്കുക. എന്തിന്? കാരണം നിങ്ങൾ സ്വയം ശ്വാസം കിട്ടാതെ വീണുപോയാൽ പിന്നെ നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഒരുപോലെ സഹായം ആവശ്യമായി വരും. ജീവിതവും ഇങ്ങനെയാണ്. സ്വയം എക്സോസ്റ്റ് ആയിട്ട് മറ്റുള്ളവരെ സഹായിക്കാൻ പോയാൽ നിങ്ങൾ എല്ലാവർക്കും ഒരു ഭാരമായി, ബേർഡനായി മാറും. യെസ് എന്ന് എല്ലാവരോടും പറയുന്നത് നിങ്ങളോട് തന്നെ നോ എന്ന് പറയുന്നതിന് തുല്യമാണ്. അപ്പോൾ എന്താണ് പരിഹാരം? സ്ട്രാറ്റജിക് ഗുഡ്നസ് അഥവാ ബുദ്ധിപരമായ നന്മ. അപ്പോൾ ഞാൻ നിങ്ങളോട് ദയയില്ലാത്തവനാകാനാണോ പറയുന്നത്? അല്ല. നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രാറ്റജിക് ഗുഡ്നസ് അഥവാ ബുദ്ധിപരമായ നന്മയെക്കുറിച്ചാണ്. നിങ്ങളുടെ നന്മ ഒരു വാൾ പോലെയാണ്. അത് എപ്പോൾ ആർക്ക് നേരെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾ പഠിക്കണം. 1. ഫലങ്ങളിൽ ശ്രദ്ധിക്കുക, ഉദ്ദേശത്തിലല്ല. ലോകം നിങ്ങളുടെ ഇന്റൻഷൻസ് നോക്കിയല്ല, റിസൾട്ട്സ് നോക്കിയാണ് വിലയിരുത്തുന്നത്. നിങ്ങളുടെ ഹൃദയം സ്വർണമായിരിക്കാം, പക്ഷെ ഫലമൊന്നുമില്ലെങ്കിൽ അതുകൊണ്ട് ആർക്കും പ്രയോജനമില്ല. നൈസ് ആളുകൾ കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ നോക്കും, പക്ഷേ ഗുഡ് ആളുകൾ കോൺഫ്ലിക്റ്റ് പരിഹരിക്കാൻ നോക്കും. നൈസ് ആളുകൾ ആളുകൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളത് പറയും. ഗുഡ് ആളുകൾ അവർ കേൾക്കേണ്ടത് പറയും. ലോകത്തിനു വേണ്ടത് നൈസ് ആളുകളെയല്ല, ഇഫക്റ്റീവായ നല്ലവരെയാണ്. 2. നിങ്ങളുടെ ഇമേജ് കൺട്രോൾ ചെയ്യുക. സമൂഹം റിയാലിറ്റിയേക്കാൾ അപ്പിയറൻസിനെയാണ് വിശ്വസിക്കുന്നത്. ഇതിന്റെ അർത്ഥം നിങ്ങൾ ഫേക്ക് ആകണം എന്നല്ല, മറിച്ച് എപ്പോൾ സോഫ്റ്റ് ആകണമെന്നും എപ്പോൾ നിങ്ങളുടെ സ്റ്റീൽ കാണിക്കണമെന്നും അറിഞ്ഞിരിക്കണം. ഒരു ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യാൻ നിങ്ങളെ മുറിക്കുന്നത് ക്രൂരതയല്ല, അത് ആവശ്യമാണ്. അതുപോലെ ചിലപ്പോഴൊക്കെ ശരിയായ കാര്യം ചെയ്യാൻ നിങ്ങൾ ടഫായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. 3. അതിജീവനമാണ് പ്രധാനം. ചരിത്രം നൈസ് ആളുകളെ ഓർമ്മിക്കാറില്ല, മാറ്റമുണ്ടാക്കിയവരെയാണ്. നിങ്ങൾക്ക് ഈ ലോകത്ത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ സർവൈവ് ചെയ്യണം. അതിന് കരുത്തു വേണം. നിങ്ങളുടെ കരുത്താണ് നിങ്ങൾക്ക് നന്മ ചെയ്യാനുള്ള ശക്തി തരുന്നത്. ദുർബലനായ ഒരാൾക്ക് മറ്റൊരാളെ സഹായിക്കാൻ കഴിയില്ല. ഇന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഇതാണ്: സ്ട്രാറ്റജി ഇല്ലാത്ത നന്മയാണ് നിങ്ങൾ വീഴാൻ പോകുന്ന ഏറ്റവും വലിയ കെണി. അത് നിങ്ങളെ ദുർബലനാക്കും, നിങ്ങളുടെ എനർജി ഇല്ലാതാക്കും, അവസാനം അത് നിങ്ങളെ തന്നെ നശിപ്പിക്കും. എന്നാൽ സ്ട്രാറ്റജിയുള്ള നന്മ, അത് നിങ്ങളുടെ അതിജീവനത്തിന്റെ ആയുധമാണ്. അത് നിങ്ങൾക്ക് ശക്തി തരും, ബഹുമാനം തരും, യഥാർത്ഥ മാറ്റമുണ്ടാക്കാൻ നിങ്ങളെ സഹായിക്കും. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക, പഴയതുപോലെ അന്ധമായി നല്ലവനായി എല്ലാവരാലും ഉപയോഗിപ്പെട്ട് തോൽക്കാനാണോ, അതോ സ്ട്രാറ്റജിക്കലിയായി നന്മയെ നിങ്ങളുടെ ആയുധമാക്കി വിജയിക്കാനാണോ പോകുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ നന്മ കാരണം ആളുകൾ നിങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്ത ഒരു അനുഭവമുണ്ടെങ്കിൽ അത് താഴെ കമന്റ് ചെയ്യൂ, നമുക്ക് ചർച്ച ചെയ്യാം. ഈ ലോകത്തെ മറ്റൊരു കണ്ണിലൂടെ കാണാൻ സഹായിക്കുന്ന ഇത്തരം ഇൻസൈറ്റ്സുകൾക്ക് വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ഐക്കൺ കൂടി അമർത്തുക. ഓർക്കുക, ചെന്നായ്ക്കളുടെ ലോകത്ത് ആട്ടിൻകുട്ടിയാകാതെ ആട്ടിൻകൂട്ടത്തെ സംരക്ഷിക്കുന്ന ഇടയനാകാൻ ശ്രമിക്കുക. നിങ്ങളുടെ ബുദ്ധിയും ശക്തിയും അതിനായി ഉപയോഗിക്കുക.